കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറും. അനാസ്ഥ കൊണ്ട് മാത്രമാണ് അപകടമുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സ്കൂളിന് ആരാണ് വിറ്റ്നസ് നൽകിയതെന്ന് പരിശോധിക്കും. രാഷ്ട്രീയ ബന്ധം തീരുമാനത്തെ ബാധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂളിലേക്ക് ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള അമ്മയെത്തിയ ശേഷം നാളെയാണ് മിഥുന്റെ സംസ്കാരം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ അച്ഛൻ്റെ കൈയും പിടിച്ച് നിറച്ചിരിയോടുകൂടി സ്കൂളിലേക്ക് നടന്നുപോയ മകനാണ്. അവനാണ് ഇന്നലെ അനാസ്ഥയുടെ ഇരയായി ജീവനറ്റ് കിടക്കുന്നത്. എങ്ങനെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്ന് പോലും നമുക്കറിയില്ല. അത്രമാത്രം വേദനയുണ്ടാക്കുന്ന ഒരു വിവരം ഇപ്പോഴും ഉള്ളുപിടക്കുകയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ. സ്കൂളിലേക്ക് അത്ര സന്തോഷത്തോടു കൂടെ പോയൊരു കുട്ടിയാണ് ജീവനറ്റ് കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആരൊക്കെയാണോ അതിന് ഉത്തരവാദികൾ അവർ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ, അവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാകും. വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നും ആ പ്രതിഷേധം തുടരുമല്ലേ? ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ് ഈ അപ്രതീക്ഷിതമായ അപകടത്തിൽ മിഥുൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഈ സ്കൂളിലെത്തി അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 11 മണിയോടെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച്, വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളും അതിന്റെ പരിസരവും മുഴുവൻ കനത്ത പോലീസ് കാവലിലാണ്. ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ പരിശോധന നടത്തുന്നു. അവർ ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. എവിടെ നിന്നാണ് ഈ കുട്ടി ഇതിന് മുകളിലേക്ക്, അതായത് ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറിയ വഴി ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. അത് അവർക്ക് വിശദീകരിച്ച് നൽകാനായി ഈ സ്കൂളിലെ അധികൃതരടക്കം ഒപ്പമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് സൂചന. എന്തായാലും പ്രാഥമികമായി ഉള്ള ഈ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും പ്രധാന അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, ഈ സ്കൂളിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഉയർന്ന പരാതികളിലും വിശദമായ അന്വേഷണം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ തന്നെ ഈ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കിയിരുന്നു. വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സമാനമായ തരത്തിൽ ഇന്ന് 11 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതായത് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വീണ്ടും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഒരു മുഖം നോക്കാതെ നടപടി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പലതവണ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ, ഈ പ്രധാനാധ്യാപകനെതിരെ നടപടിയെടുക്കുന്ന ഒരു കാര്യം കൊണ്ട് മാത്രം അവസാനിക്കും, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് അറിയാനുള്ളത്. മാത്രമല്ല, ഇത് സംസ്ഥാനത്തെ ഒരു സ്കൂളുമായി മാത്രം ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു സ്കൂൾ പരിസരവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. അതിനപ്പുറത്തേക്ക് സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരിശോധനകൾ വേണമെന്ന ആവശ്യം ഉയരും. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ അവിടെ പരിശോധന നടത്തിയതിനു ശേഷം ഏത് തരത്തിലായിരിക്കും ആ വിഷയത്തിൽ ഇനിയൊരു പ്രതികരണം നടത്തുക എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും എന്തൊക്കെ അനാസ്ഥയാണ്, എന്തൊക്കെ വീഴ്ചകളാണ്, പ്രധാനമായും എന്തൊക്കെ വീഴ്ചകളാണ് അവിടെ വരുത്തിയത് എന്നാണ് ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്കൂൾ സുരക്ഷാ മാനദണ്ഡങ്ങളും മന്ത്രിതല അവലോകന യോഗങ്ങളും ഒക്കെ അതിൽ നടന്ന തീരുമാനങ്ങളും ഒന്നും അവിടെ നടപ്പായിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. ആ വീഴ്ചയാണ്, ഗുരുതര അനാസ്ഥയാണ് കുഞ്ഞിൻ്റെ ജീവനെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, സ്കൂൾ പരിസരത്ത് അപകടകരമായ വൈദ്യുതി കമ്പികൾ ഉണ്ടാവരുത് എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം അടക്കം ഈ സ്കൂളിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനു മുൻപ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് 5-നും 25-നും വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ
തീരുമാനങ്ങളും അവിടെ നടപ്പായില്ല. അതും അവിടെ വെറും കാറ്റിൽ പറത്തിയൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടങ്ങി ഒരുപാട് നിബന്ധനകൾ, മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് ഒരു സംശയവുമില്ല ആ 8ാം ക്ലാസ്സുകാരൻ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. നടപടി അതുണ്ടായേ മതിയാകുള്ളൂ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്കൂൾ പരിശോധിക്കുകയാണ്. പ്രധാനമായും എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്കൂൾ പാലിക്കാഞ്ഞത്, എന്തൊക്കെ നിബന്ധനകളാണ് അവിടെ കാറ്റിൽ പറത്തിയതെന്നുള്ള പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ അനാസ്ഥയുടെ ഒരു ഇരയാണ് ഇന്നലെ സംഭവിച്ചത്. ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ പോലും എന്ത് പറഞ്ഞാണ് ആ കുടുംബത്തെ നമുക്ക് സമാധാനിപ്പിക്കാനാവുക? ഒരു വലിയ അനാസ്ഥ, വലിയൊരു വീഴ്ച സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ സ്കൂളിലേക്ക് അച്ഛൻ്റെ കൈപിടിച്ച് ചെന്ന 8ാം ക്ലാസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്കൂൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ, സ്കൂൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പല വീഴ്ചകളും സംഭവിച്ചിരിക്കുന്നു എന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ HM എന്തെടുക്കുകയായിരുന്നു എന്നാണ് ഇന്നലെ ബി ശിവൻകുട്ടി മന്ത്രി അദ്ദേഹം ചോദിച്ചത്. എന്തായാലും പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറും. അനാസ്ഥ കൊണ്ട് മാത്രമാണ് അപകടമുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. സ്കൂളിന് ആരാണ് ഫിറ്റ്നസ് നൽകിയതെന്ന് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സ്കൂളിൻ്റെ രാഷ്ട്രീയ ബന്ധം തീരുമാനത്തെ ബാധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വളരെ ആശ്വാസമായാണ് നമ്മൾ കേൾക്കുന്നത്. സ്കൂളിലേക്ക് ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധം, ഇന്നലെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ABVPയുടെയും KSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും ആ വലിയ പ്രതിഷേധമുണ്ടാകും. അവിടെ വിദ്യാഭ്യാസ ബന്ധാണ് ഇന്നെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തരത്തിൽ സ്കൂളിനെതിരെ അടക്കം വിദ്യാഭ്യാസ മന്ത്രി അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ എടുക്കാനായിട്ടാണ് കുട്ടി ക്ലാസ് റൂമിലൂടെ കയറി സ്ക്രീനിലൂടെ ചവിട്ടി മേളിൽ കയറിയാണ് ഇതെടുക്കാനായിട്ട്. ഓരോ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും നമ്മൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗവൺമെന്റ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംവിധാനത്തിന് ഫിറ്റ്നസ് വരെ കിട്ടിയിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പരിശോധന നടത്തി അത് പരിശോധിക്കാം. മെമ്പറുണ്ട്. അല്ല, തീർച്ചയായും നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികളുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. ഇത് ഒരു സ്കൂളിലെ മാത്രം അവസ്ഥയായിരിക്കില്ലല്ലോ. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സമാനമായ ഒരു സാഹചര്യം കാണില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വ്യാപകമായ ഒരു പരിശോധന കാണുമോ ഇതിന്റെ പശ്ചാത്തലത്തിൽ? അത് സർക്കാർ ചിലപ്പോൾ ആ തലത്തിലേക്ക് തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോഴും കഴിഞ്ഞ